പെരിന്തൽമണ്ണയിലെ 12ഓളം ബസ്സുകൾ ചൊവ്വാഴ്ച സർവീസ് നടത്തിയത് കാരുണ്യയാത്രയുമായി. കുന്നപ്പള്ളി മാമ്പ്രപ്പടിയിലെ ചിറക്കൽ മുഹമ്മദ് റഫീഖിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കാനായിരുന്നു കാരുണ്യയാത്ര. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മാമ്പ്രപ്പടിയിലെ ചിറക്കൽ മുഹമ്മദ് റഫീഖിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കാൻ വേണ്ടിയാണ് 12ഓളം സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത്. അവിവാഹിതനായ റഫീഖ് മാതാപിതാക്കളുടെ മരണശേഷം ഒറ്റയ്ക്കാണ് താമസം. റഫീഖിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കാൻ ജനകീയ കൂട്ടായ്മ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്തുണയേകാനാണ് ബസ്സുകളുടെ ഈ സേവനം. ചൊവ്വാഴ്ച നടത്തുന്ന സർവീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായി ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകുമെന്ന് ബസ് തൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി മുഹമ്മദ് അലി മാടാല പറഞ്ഞു. ഞങ്ങളെ കുന്നപ്പള്ളിയിലെ മാമ്പ്രപ്പടി പറഞ്ഞ ഭാഗത്ത് കുന്നപ്പള്ളി മാമ്പ്രപ്പടിയിൽ ചിറക്കൽ റഫീഖ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സഹോദരൻ്റെ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബക്കറ്റ് എടുത്ത് ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയില്ലേ. ഇന്ന ദിവസം 13 ബസ്സുകൾ ഇതിന് സർവീസ് നടത്തുന്നുണ്ട്. അതിന് കൂടാതെ നാട്ടിലെ ചെറുപ്പക്കാരും ബസ് ജീവനക്കാരും എല്ലാം കൂടിയിട്ടാണ് ഇന്ന് ഈ ബക്കറ്റ് കളക്റ്റിങ്ങും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാട്സപ്പിൽ ഷാജഹാൻ നിലമ്പൂർ പറഞ്ഞൊരു വ്യക്തി വാട്സപ്പിലൊരു ഇത് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 14.5 ലക്ഷമാണ് വന്നുള്ളത്. ഈ ചിലവിലേക്ക് 30 ലക്ഷം റുപ്യാണ് ആവശ്യം. ഈ 14 ലക്ഷം റുപ്യ വന്നപ്പോഴേക്ക് വയനാട് ദുരന്തവും അത് നമ്മളൊരു പ്രകൃതി ദുരന്തം വയനാടുമായി വന്ന് അതിനോടുകൂടെ അതിൽ വരവ് നിന്നു. അപ്പോൾ ഇത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നാട്ടുകാരൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബിരിയാണി ചാലഞ്ച് അടുത്ത ചൊവ്വാഴ്ച 3-ാം തീയതി ഒരു ബിരിയാണി ചാലഞ്ചും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ബസ്സുകൾ ഓടാനും മുതലാളിമാരുടെ സഹായത്തോടു കൂടെ ഈ തൊഴിലാളികൾ അന്നത്തെ വേതനവും മുതലാളിമാരെ ഇന്നത്തെ ബാലൻസും ഈ കുടുംബ സഹായ ചികിത്സയിലേക്ക് തരാമെന്നുള്ളതാണ് ഏറ്റിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ആവശ്യമുള്ളത്. കുറച്ചു പണം സ്വരൂപിക്കാൻ കഴിഞ്ഞെങ്കിലും മുഴുവനായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് റഫീഖ്. പെരിന്തൽമണ്ണയിൽ നിന്നും പട്ടാമ്പി, മുതുകുറിശി, ഷൊർണൂർ, മേലാറ്റൂർ, കരുവാരക്കുണ്ട്, ചെറുപ്പളശ്ശേരി, ഒറ്റപ്പാലം തുടങ്ങിയ റൂട്ടുകളിലോടുന്ന ബസ്സുകളാണ് റഫീഖിന് സഹായഹസ്തവുമായി കാരുണ്യയാത്ര നടത്തിയത്.